ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളോട് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന മനോഹരമായ ചില വാചകങ്ങൾ വായിച്ചു. എന്റെ ഫേസ്ബുക്ക് കൂട്ടുകാരുമായി ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. ഗുർജീഫ് എന്ന് പറയുന്ന ആചാര്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗുർജീഫിന് 9 വയസ്സാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഗുർജീഫിനെ അരികിലേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞു, മോനെ, നിനക്ക് തരാനായി ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒരു പൈസ പോലും എന്റെ കയ്യിലില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഈ കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 2 കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിരുന്നു. ഒന്നാമത്തെ കാര്യം, നാളെ ചെയ്യണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നല്ല കാര്യമാണെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പരസ്പര വിരുദ്ധമായ മറ്റൊരു കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറുപടി പറയരുത്. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം മറുപടി പറയാമെന്ന് പറയുക. 24 മണിക്കൂർ കാത്തിരിക്കുക. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ആ കാര്യം, അപവാദ പ്രചരണം സത്യമാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. സത്യമാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കയർക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതേസമയം സത്യമല്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യം, നിങ്ങളെ അത് ബാധിക്കുന്നില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട മനോഹരമായൊരു കഥ കൂടി ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഡെയിൽ കാർണഗി എന്നൊരു മോട്ടിവേഷൻ സ്പീക്കറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡെയിൽ കാർണഗി അദ്ദേഹത്തിന്റെ 5ഓ 6ഓ പ്രഭാഷണം കഴിഞ്ഞ് ക്ഷീണിതനായി ഉറക്കമിളച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തിന് ഒരു റേഡിയോ പ്രഭാഷണം കൊടുക്കേണ്ടതുണ്ടായിരുന്നു എബ്രഹാം ലിങ്കനെ കുറിച്ച്. ക്ഷീണിതനായതുകൊണ്ട് എബ്രഹാം ലിങ്കനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിപ്പോയി. ജനന തീയതി പറഞ്ഞതുപോലും തെറ്റിപ്പോയി. ഇത് കേട്ട് എബ്രഹാം ലിങ്കന്റെ ഒരു ആരാധിക, കടുത്ത ഒരു ആരാധിക, വല്ലാത്ത ദേഷ്യത്തോടുകൂടി ഡെയിൽ കാർണഗിക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ അത്രമാത്രം കുത്തുവാക്കുകളുണ്ടായിരുന്നു. ഇത് വായിച്ച് ഡെയിൽ കാർണഗി ഉടനെ തന്നെ ഒരു മറുപടി എഴുതിയുണ്ടാക്കി. ആ മറുപടി അത്രമാത്രം രൂക്ഷമായിരുന്നു. പക്ഷേ അത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും രാത്രി 12 മണിയായി. കത്ത് പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചു. അടുത്ത പ്രഭാതത്തിൽ ആ കത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡെയിൽ കാർണഗി അതൊന്നുകൂടി എടുത്ത് വായിച്ചു. അപ്പോൾ തോന്നി, ഇത് കടുത്തതായിപ്പോയി, കുറച്ച് രൂക്ഷമായിപ്പോയി, ഒന്നുകൂടി മാറ്റി എഴുതാം എന്ന് വിചാരിച്ചു. കാരണം ആ സ്ത്രീ പറഞ്ഞതിനകത്തും ന്യായമുണ്ട്. അതുകൊണ്ട് തന്നെ കത്ത് മാറ്റി എഴുതി നോക്കിയപ്പോൾ അജഗജാന്തരം, അത്രമാത്രം വ്യത്യാസം. ഡെയിൽ കാർണഗിക്ക് ഒരു തമാശ തോന്നി. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം രാവിലെ 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആ കത്തെടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധം. കാരണം ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. അതുകൊണ്ട് തന്നെ ഡെയിൽ കാർണഗി മാപ്പപേക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീക്ക് മറ്റൊരു കത്തയച്ചു. ആ കത്ത് വായിച്ച് ആ സ്ത്രീ തിരിച്ചൊരു കത്തയച്ചു. അതിനകത്ത് അവരെഴുതിയിരുന്നു, എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. ആ റേഡിയോ പ്രഭാഷണം കേട്ട മാത്രയിൽ ഞാൻ എഴുതിയതാണ് ആ കത്ത്. എന്നോട് ക്ഷമിക്കുക. എപ്പോഴെങ്കിലും എന്റെ ഗ്രാമത്തിൽ വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണണമെന്ന്. അദ്ദേഹം ആ ഗ്രാമത്തിൽ പോയി ആ സ്ത്രീയെ കണ്ടു. അത് വല്ലാത്തൊരു ബന്ധമായി വളർന്നു. ആ ബന്ധം മരണം വരെ തുടർന്നു എന്നുള്ളതാണ് കഥ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെക്കുറിച്ച് ഒരാൾ ഒരു അപവാദം പറയുകയാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കരുത്. നേരെമറിച്ച് അതിനകത്ത് കഴമ്പുണ്ടോ എന്നുള്ള കാര്യം സ്വയം പരിശോധിക്കുക. കഴമ്പില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പിണങ്ങുന്നത്? കഴമ്പുണ്ടെങ്കിൽ നമുക്ക് പിണങ്ങാൻ എന്താണ് അവകാശം? ഈ കാര്യം കൂടി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തേത്, നല്ലൊരു കാര്യമാണെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ തുടങ്ങിക്കോളൂ. താങ്ക് യു സോ മച്ച്.